ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനിതാ വീണ്ടും ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നേക്കണം. ഏകദേശം ഒരു 3-4 months ആയിട്ട് ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടൽ ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് ഓൺ വോയിസ് വീഡിയോ ഞാൻ ഇതുവരെ കുറച്ച് നാളായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വരാനൊരു മടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനനുസരിച്ചുള്ള സാഹചര്യം മൈൻഡും ഒന്നും സെറ്റല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയും നാളും ഒരു ലാഗൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഇനി തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും എനിക്ക് പറ്റുള്ളൂ ഞാൻ വീഡിയോസൊക്കെ ഇടും. ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് എനിക്ക് റിക്വസ്റ്റൊക്കെ വരുന്നുണ്ട്, അത് അങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നു. അങ്ങനെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇയർ പിയേഴ്സിങ് എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് ചെയ്യാം, ടൈം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കിത് ചെയ്യാനുള്ള ഗ്യാപ്പൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ആ കുട്ടി വീണ്ടും തന്നെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. എനിക്ക് തോന്നി എന്തായാലും വേഗം ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇയർ പിയേഴ്സിങ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇയർ പിയേഴ്സിങ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പറഞ്ഞേക്കണേ. ഞാനിപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേഡ് അടിച്ചിട്ടുണ്ട്, അതല്ലാണ്ട് തേർഡ് സ്റ്റേഡ് അടിച്ചിട്ടുണ്ട്. തേർഡ് സ്റ്റേഡ് ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് അടിച്ചേക്കണം. അപ്പോൾ സെക്കൻഡ് സ്റ്റേഡ് ഞാൻ അടിച്ചത് +1 പഠിക്കുമ്പോഴാണ്, 2008. എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സെക്കൻഡ് സ്റ്റേഡ് അടിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്കെങ്ങനെ ഭംഗി ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടോ. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ കല്ല് വെച്ച പൊട്ടൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു, എങ്ങനെ ഉണ്ട്, ഭംഗി ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. വീടിൻ്റെ അടുത്തുള്ള ഒരു പാർലറിൽ, ഒരു വീട്ടിൽ തന്നെ ഒരു ചേച്ചി ഒരു പാർലർ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട്, ഞാൻ അങ്ങനെ പാർലേഴ്സിലൊന്നും അങ്ങനെ പോയിട്ടില്ല, പുറത്തങ്ങനെ കടയിലായിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല അവിടേക്ക്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു വീട്ടിലൊരു ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോവാം, ജസ്റ്റ് ഒന്ന് എങ്ങനെയൊന്നും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. പറഞ്ഞു ഗണ്ണുകൊണ്ട് തന്നെ അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെ എനിക്ക് അറിഞ്ഞൂടല്ലോ, ഫസ്റ്റത്തല്ലേ, അപ്പം എങ്ങനെയെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയി ഇരുന്ന് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ റിട്ടയറിനായ കമ്മലിട്ടാൽ മതി, അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കമ്മൽ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗണ്ണ് വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ ടക്ക് എന്നൊരു സൗണ്ട് മാത്രം കേട്ടുള്ളൂ. പറഞ്ഞു തരാണ്ട് കാര്യം കഴിഞ്ഞു. ഞാൻ അറിഞ്ഞും കൂടില്ല, വേദന ഒന്നും എടുത്തില്ല. ടക്കെന്നൊരു സൗണ്ട് കേട്ട് അതടിച്ചു, അതുപോലെ തന്നെ ഇപ്പുറത്തും അടിച്ചു. പറഞ്ഞു തരും കൂടെ. സംഭവം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടന്നല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം കിണറിലൊക്കെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ ആ വലിയൊരു കമ്മലായിരിക്കില്ലേ ആ ഗണ്ണിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തരാം. ഈ അന്നത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ പിറ്റേ ദിവസം മുതൽ തിരിച്ച് തുടങ്ങി. നമ്മളങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഓട്ടോ ഒന്ന് കറക്റ്റ് വലുതാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 ദിവസം വെളിച്ചെണ്ണ ഇങ്ങനെ തിരിച്ചു തുടങ്ങി. അങ്ങനെ തിരിച്ചു കൊടുത്ത് ഓക്കെ ആയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചെറിയ വേദന ഉണ്ടായിരുന്നു കേട്ടോ. വേദന ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വേദന ഉണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. തിരിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് സഹിക്കാവുന്ന വേദനയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. വേറെ പഴുപ്പോ കാര്യങ്ങളോ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വർണ്ണക്കമ്മൽ ഇട്ടപ്പോൾ ആ ഓട്ടച്ചിരി സ്വർണ്ണക്കമ്മലിൻ്റെ കാലിന് വണ്ണം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇട്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അതും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ, 1 മാസത്തോളം ഇച്ചിരി വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ഒന്ന് സ്റ്റഡ് അടിച്ചാലോ എന്നൊരാഗ്രഹം. അപ്പോൾ ഇവിടെ തന്നെ അടിക്കാനുള്ളത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ അടിച്ചാലോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി +2 ലാസ്റ്റത്തെ എക്സാം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, അവിടെ പഠിച്ചിരുന്നോട് തന്നെ ഇവിടെ ഒരു പാർലർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങളിങ്ങനെ ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ ഈ ടോപ്പിലടിക്കാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കുറച്ച് ഞരമ്പുകളൊക്കെ പോകുന്ന സ്ഥലമാണ്, അപ്പോൾ ആ ഭാഗത്ത് അടിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഗണ്ണുകൊണ്ട് എന്തായാലും പറ്റില്ല, ഗണ്ണ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, അവർക്കും പേടി, ഗണ്ണ് യൂസ് ചെയ്ത് ഇവിടെ അടിക്കാനൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെന്താ ചെയ്യാമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു മുള്ളുണ്ട്, ഒരു ആണി പോലത്തെ ഒരു ചെറിയൊരു ഇത്രയും പോകുന്നൊരു ബ്ലാക്ക് സാധനം. അപ്പോൾ ഒരെണ്ണം അതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിനെ ചെയ്തു. ഇങ്ങനെ തിരിച്ച് നമ്മുടെ കാതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണ സംഭവമായിരുന്നു. അത് ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. അവളെ കൂട്ടുകാരത്തിൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോരൊക്കെ വന്ന്. പിന്നെ ഞാനിരുന്നപ്പോൾ എൻ്റെ ഒരു കാത് ടക്കെന്ന് പറഞ്ഞ പോലെ വേഗം കയറിപ്പോയി. ഇപ്പുറത്തെ കാതിൽ നല്ലോണം ഇട്ടിങ്ങനെ ഇതാക്കി പിരിച്ചിട്ട് പോലും അത് കയറുന്നുണ്ടായിരുന്നില്ല. കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് കയറിയത്. അപ്പോൾ നല്ല വേദന ഉണ്ടായി. മറ്റേ ഗണ്ണാണെങ്കിൽ പറഞ്ഞു തരുകൊണ്ട് സംഭവം കഴിഞ്ഞ് പിന്നീടായിരിക്കുള്ള വേദന.
ഇത് പൊന്നോ ഇവിടെ നിന്നൊക്കെ ഒരു കിളി പുക എന്തൊക്കെയാണ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഭയങ്കര വെച്ചാൽ നല്ല വേദന ഉണ്ടായിരുന്നു. ചോരയും വന്നു, നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അത് കഴിഞ്ഞ് അവരപ്പം തന്നെ അവിടുത്തെ ഒരു കമ്മലിട്ടെന്ന് അവർ ചോദിച്ചു നമ്മളോട് സ്വർണ്ണക്കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ അവിടുത്തെ കമ്മൽ എന്നെ ഇടിച്ച് തന്നു. അത് അത്യാവശ്യം സ്വർണ്ണത്തിൻ്റെ കാലിന് വണ്ണമുള്ള പോലത്തെ ഒരു കമ്മൽ എന്നെ ഇട്ടുന്നത്. അതിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. ഞാൻ വീട്ടിലമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആദ്യം കാണിച്ചു കൊടുത്തപ്പോൾ ദൈവം എന്താണ് ഇവിടെ കൊണ്ടുപോയി അടിച്ച് വെച്ചേക്കണെന്നൊക്കെ ചോദിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കും ഓക്കെ ആയി, ഇഷ്ടമായി. പിന്നെ അതിന് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നല്ല വേദന ഉണ്ട്. എനക്കാൻ പറ്റണ്ടായില്ല ചേച്ചി. ഒരു ചെവി കുഴപ്പമില്ല, ഒരു ചെവി ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളത്തേക്ക് പഴുപ്പായി. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കുരു പോലെ ഇങ്ങനെ ബൾജ് ചെയ്ത് വന്ന് നിന്ന്. അത് പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കേട് തോന്നും. അങ്ങനെ ഇരുന്ന് അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. ഒരു ഏകദേശം 1.5-2 മാസത്തോളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രത്യേകിച്ച് ഞാനതൊന്നും ചെയ്തിട്ടില്ല. മറ്റേത് ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണ തേച്ച് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇതും ട്വിസ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്വർണ്ണക്കമ്മലിട്ട് കഴിഞ്ഞപ്പം ഓക്കെ കേട്ടോ. അത് പഴുപ്പ് കാര്യങ്ങളൊക്കെ മാറി. ഇപ്പം ഏകദേശം ഒരു 5-6 വർഷമാവാറായിട്ടുണ്ട് ഞാൻ ഈ 2 സ്റ്റഡ് അടിച്ചിട്ട്. ഇതുവരേക്കും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ ഒരു അടിച്ച ടൈമിൽ മാത്രം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. നല്ല സുഖമാണ്. ഇപ്പം എന്ത് ചെയ്താലും എങ്ങനെയൊക്കെ എനിക്കാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ വീഡിയോ അങ്ങനെ ആ ടൈമിൽ എടുത്താലും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അടിക്കണേൻ്റെ ഒന്നും. അപ്പോൾ എന്തെങ്കിലും ചെറിയ വീഡിയോസ് എന്തെങ്കിലും ഞാൻ ഇവിടെ ആഡ് ആക്കാം. ഇപ്പം എനിക്ക് അതിന് യാതൊരു പ്രശ്നമില്ല. ആ ഒരു ടൈമിൽ തലയൊക്കെ തോർത്തിരുന്നപ്പോൾ തോർത്തിൻ്റെ ഇത് ഇങ്ങനെ കുളത്തി കൊണ്ടിട്ട് വലിയുമ്പോൾ നമുക്ക് വേദന എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. എനക്കാലും പിടിച്ചാലും തിരിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. പലവരുടെയും സ്കിന്നും പലവരുടെയും ഇതെല്ലാം വ്യത്യാസമായിരിക്കും. മിക്കവർക്കും പല ടൈപ്പ് ആയിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പഴുപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ചെയ്തല്ലോ, അവൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു ഇതൊക്കെ പോയി. അവളെ കാതൊക്കെ നോർമലായപ്പോൾ കുറച്ച് നാൾ പിടിച്ച്. പക്ഷേ എനിക്ക് വേഗം തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാത് കുത്തണം എന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ റിസ്കിൽ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഒന്നും ഗണ്ണുകൊണ്ട് അടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ടോപ്പിൽ എപ്പോഴും ഗണ്ണ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മുള്ളോ കാരമുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അവിടെ ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ചെറിയൊരു ബ്ലാക്ക് ആണി പോലത്തെ ഒരു സാധനം കൊണ്ടാണ് ഞങ്ങളെ ഇത് തുളച്ച് കയറ്റി തന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ഇത്രയുള്ള വീഡിയോ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾക്കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നെങ്കിൽ ടാറ്റാ.